ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്ന് വിഷുവിൻ്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് കുറച്ച് കണിക്കൊന്ന പറിക്കാൻ വന്നതാണ്. കുറേ സമയം വടിയൊക്കെ വെച്ചിട്ട് പറിക്കാൻ നോക്കുന്നു, പക്ഷെ കിട്ടിയില്ല. വടി കൊണ്ട് പറിക്കും തോറും ഈ പൂവൊക്കെ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോവുമായിരുന്നു. അപ്പോൾ പിന്നെ മരത്തിൽ കയറി തന്നെ പറിച്ചു. അത്യാവശ്യം വലിപ്പമുള്ള 2 വലിയ കൊല തന്നെ പറിച്ചിട്ടുണ്ടായിരുന്നേ. ആദ്യത്തേത് കുറച്ച് താഴ്ന്നു തന്നെ പറിക്കാൻ കിട്ടി. രണ്ടാമത്തേത് കുറച്ച് മേലെ കയറേണ്ടി വന്ന് പറിക്കാൻ. അങ്ങനെ പൂവൊക്കെ പറിച്ച് ഞങ്ങൾ നേരെ ഫോട്ടോഷൂട്ട് എടുക്കുന്ന സ്ഥലത്തേക്ക് പോവുക കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ ചോമ്പാല ഹാർബറിൻ്റെ അടുത്ത് അച്ചൻകുളം എന്ന് പറയുന്നൊരു കുളമുണ്ട്. അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഞങ്ങളുടെ കൂടെയുള്ള ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും ഫസ്റ്റ് ടൈമാണ് ഈ കുളം കാണുന്നത് കേട്ടോ. വിചാരിച്ച പോലെ ഒന്നും ആയിരുന്നില്ല. അവിടെ എത്തിയപ്പോൾ ഏതോ പ്രേത സിനിമയ്ക്ക് വേണ്ടി സെറ്റിട്ട പോലെ ഉണ്ടായിരുന്നു. കുളത്തിന് ചുറ്റും ഉണ്ടായിരുന്ന മരങ്ങളൊക്കെ മുറിച്ചിട്ട് കുറേയൊക്കെ കുളത്തിലേക്കും കുളത്തിൻ്റെ സൈഡിലൊക്കെ ഇട്ടിട്ട് നടക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും വരുമ്പോൾ തന്നെ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞ് കാണും. അപ്പം വേറെ സ്ഥലമൊക്കെ നോക്കി പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടെ നിന്ന് തന്നെ ഫോട്ടോ എടുക്കാൻ തീരുമാനിച്ചു. പിന്നെ നല്ല രീതിക്ക് കരിയിലൊക്കെ ഉണ്ടായിരുന്നു സ്റ്റെപ്പിലൊക്കെ. അപ്പോൾ അതൊക്കെ തട്ടിക്കളഞ്ഞ് ഇരിക്കേണ്ട സ്ഥലം മാത്രം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുത്തേ. ഇതാണ് നമ്മൾ വന്നപ്പോൾ. മഴയാകുമ്പോഴത്തേക്കൊക്കെ ഇതൊക്കെ വൃത്തിയാക്കും കേട്ടോ. അപ്പോൾ ഈ പ്രദേശത്തുള്ള ഏകദേശം എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവും. പ്രദേശത്തുള്ള അല്ല, പുറത്തുള്ള ആൾക്കാരൊക്കെ വരും, നീന്തൽ പഠിക്കുകയൊക്കെ ചെയ്യുന്ന കുളമാണ് ഇത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ കുറച്ച് മഞ്ചാടിയും കൃഷ്ണനെയും മയിൽപ്പീലിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞങ്ങൾ അവിടെ തന്നെ സെറ്റ് ചെയ്ത്. ആദ്യം കൺമണീൻ്റെ ഫോട്ടോ ആണ് എടുക്കുന്നത്. ആൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താ ചെയ്യുന്നതെന്ന്. കുറച്ച് കഴിഞ്ഞ് മൂഡ് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലെങ്കിലോ. അവളവിടെ പിടിച്ചിരുത്തൽ കുറച്ചൊരു ടാസ്ക് ആയിരുന്നു. എങ്ങനെയൊക്കെ ഇരുത്തി 1-2 ഫോട്ടോസൊക്കെ എടുത്ത്. നല്ല ഫോട്ടോസൊന്നും കിട്ടിയില്ല, കുറച്ച് വീഡിയോസ് കിട്ടി. പിന്നെ ഞങ്ങളൊക്കെ തന്നെ മാറി മാറി ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ സന്ധ്യയായി കഴിഞ്ഞപ്പോൾ ഭയങ്കര കൊതുകായിരുന്നു. ആർക്കും അവിടെ ഇരിക്കാൻ പറ്റിയില്ല. പറമ്പിലൊക്കെ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നേ. സന്ധ്യ ആയതുകൊണ്ട് പിന്നെ അതൊന്നും പറിക്കാൻ നിന്നില്ല. ഞങ്ങൾ നേരെ ഹാർബറിലോട്ട് പോകുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചോമ്പാല ഹാർബർ. എൻ്റെ ഹസ്ബൻഡ് അടക്കം ഒരുപാട് പേര് ജോലി ചെയ്യുന്ന സ്ഥലമാണ് ഇത്. കൺമണിയടക്കം ഞങ്ങൾ 6 പേരുണ്ടായിരുന്നേ. അതുകൊണ്ട് 2 വട്ടമായിട്ട് ഞങ്ങൾ ഹാർബറിലേക്ക് ഇറക്കി തരുമായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് അഞ്ജു. ഞങ്ങളെ ഇറക്കി തന്നിട്ട് അവൾ പോയിട്ടോ. ബാക്കിയുള്ളതൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ്സാണ്. ഫോട്ടോ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഏകദേശം എല്ലാവരും നന്നായിട്ട് ക്ഷീണം പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളെന്തായാലും എന്തെങ്കിലും ഒന്ന് കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് വന്നത്. വരുമ്പോഴത്തേക്ക് നന്നായിട്ട് ലേറ്റായി, ഇരുടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കടയിലെത്തി. അവിടെ നിന്ന് ജ്യൂസൊക്കെ കുടിച്ച്, കൺമണിക്ക് നല്ല ദാഹമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കൺമണിയും വാങ്ങി കുറേ കുടിച്ച്. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.